ഇപ്പൊ ഒരു ജോലി, നല്ല ജോലി എങ്ങനെയാ വിലയിരുത്തുക? മാസാമാസം ശമ്പളം കൃത്യമായിട്ട് കിട്ടുക, TA DA ഇത്യാദി ഇൻക്രിമെന്റ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് അധികമൊന്നും ചെയ്യാനുണ്ടാവാണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ കേമായി ഗംഭീര ജോലി. ഈ നിലയിലൊക്കെയുള്ള വിലയിരുത്തലൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പശ്ചാത്തലം. ഈ ഒരു പശ്ചാത്തലത്തിലേക്ക് നമുക്ക് മന്ത്രത്തിന്റെ സാരം അന്വയിച്ച് നോക്കാം. ഗുരുദേവ് എന്താ പറയണത്? ലൈഫ് ഓഫ് ആക്ഷൻ ഓർ ലൈഫ് ഓഫ് മെഡിറ്റേഷൻ, ഇതിൽ ഏത് ജീവിതമാണ് ശ്രേഷ്ഠം? ഇങ്ങനൊരു ഡിസ്കഷൻ ഇക്കാലത്തുണ്ട്. ലൈഫ് ഓഫ് ആക്ഷൻ, ലൈഫ് ഓഫ് മെഡിറ്റേഷൻ, ഇതിലേതാ ശ്രേഷ്ഠം? ലൈഫ് ഓഫ് ആക്ഷൻ ഓർ ലൈഫ് ഓഫ് മെഡിറ്റേഷൻ, വിച്ച് ഈസ് ഗ്രേറ്റ്? അങ്ങനെ ഒരു അന്വേഷണം ഈ കാലത്തുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാലോ, ഔട്ട്വേർഡ് ആക്ടിവിറ്റീസും ഇൻവേർഡ് മെഡിറ്റേഷനും, ഇതിലേതാ ശ്രേഷ്ഠം? കണ്ടംപ്ലേഷൻ ആണോ, ഇൻവേർഡ് കണ്ടംപ്ലേഷൻ ആണോ, അതോ ഔട്ട്വേർഡ് ആക്ടിവിറ്റീസ് ആണോ? ഈ ഒരു ഡിസ്കഷനാണ് ഇവിടെ ടേക്കപ്പ് ചെയ്തതെന്നാണ് ഗുരുദേവ് പറഞ്ഞിട്ടുള്ളത്. അത് പരിഗണിച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാം. ഇനി ഒരാള് നേരെ അങ്ങോട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ച് ഗുരുദേവ് പറഞ്ഞത് ഉദ്ധരിക്കട്ടെ. സച്ച് ഹേസ്റ്റി ആൻഡ് അൺപ്രിപ്പയർഡ് മെഡിറ്റേറ്റേഴ്സ് may overdo the negation aspect of the technique of meditation and reach a destination of blind non-existence. അപ്പോൾ മെഡിറ്റേഷനിൽ എന്താ പറയണത്? യു ഹാവ് ടു നെഗേറ്റ്. അപ്പൊ വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ ഒരാൾ നേരെ ചെന്ന് ധ്യാനിക്കാൻ പോയിരുന്നാൽ, കേട്ടില്ലേ, ഇക്കാലത്ത് ഇതിന് അർത്ഥവ്യാപ്തി ഉണ്ട്. കാരണം നമുക്ക് മെഡിറ്റേഷൻ ടെക്നീക്സ് റെഡിമെയ്ഡ് എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തൊരാവേശ, ചാടി കയറി അവിടെ ചെല്ലേ. മനസ്സിലായില്ലേ? അപ്പൊ അവര് പല സംവിധാനങ്ങളിലും നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യിക്കും. എന്നിട്ടോ കിട്ടിയോ എന്ന് ചോദിക്കും. അപ്പൊ ചിലരെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടിയില്ല എന്ന് പറയുന്നത് ഒരു മോശമല്ലേ എന്നുള്ളതുകൊണ്ട് നമ്മളും കിട്ടിയെന്ന് പറയും. എന്താ കിട്ടിയതെന്നൊന്നും ചോദിക്കാത്തതെന്ന് പറയാം. അപ്പൊ ഇതിന്റെയൊക്കെ ഷോപ്പിംഗ് കൂടിയ കാലമാണ്. ഗുരുദേവ് പറയണു അങ്ങനെയുള്ള ചാടി കയറി പോക്കൊക്കെ they will be doing overdoing അല്ലേ? നെഗേഷൻ എന്നുള്ളൊരു ആസ്പെക്ട് മെഡിറ്റേഷനിലുണ്ട്. അപ്പോൾ ഇവരത് കൂടുതൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വെൽ മെച്യൂർഡ് അല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരൊരു ശൂന്യതയിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഇങ്ങനൊരു താക്കീത്. അപ്പൊ ഇതിനെ അങ്ങനെ അങ്ങോട്ട് നിഷേധിക്കേണ്ട, എല്ലാവരും അങ്ങോട്ട് കൂരിരുട്ടിപ്പെടുന്നൊന്നും പറയണ്ട എന്നുള്ളതുകൊണ്ട് ഗുരുദേവ് പറയുന്നു ആസ് ദോ എന്നൊരു പ്രയോഗമുണ്ട്. തതോ ഭൂയ ഇവതേ തമഹ എന്നാ പറഞ്ഞത്. ചിലരൊക്കെ ഒരു പക്ഷേ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം, ഏതോ ഒരു പൂർവജന്മ സുഹൃതം കൊണ്ട് രക്ഷപ്പെട്ടേക്കാം എന്നും ഗുരുദേവ് അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പിന്നെയോ, അപ്പൊ വിദ്യ എന്ന് പറഞ്ഞാൽ ഹയർ മെഡിറ്റേഷൻ എന്നും, അവിദ്യ എന്ന് പറഞ്ഞാൽ ഓൾ സാധനാസ് ഫോർ പ്യൂരിഫിക്കേഷൻ, ശുദ്ധിക്ക് വേണ്ടിയുള്ള സെൽഫ്ലെസ് ഡെഡിക്കേറ്റഡ് ആക്ഷൻസ്, ഇതിനെയൊക്കെ അവിദ്യയായിട്ട് എടുക്കാം. കാരണം അവിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. കർമ്മത്തെ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഹയർ ഗോള് നേടിയെടുക്കാൻ വേണ്ടി ജോയിൻ ചെയ്യണമെങ്കിൽ കർമ്മ എന്താവണം? കർമ്മയോഗം ആവണം. അപ്പൊ കർമ്മയോഗം, അത് സംബന്ധിയായിട്ടുള്ള മറ്റ് ആചാര അനുഷ്ഠാനങ്ങൾ, ക്ഷേത്ര ദർശനം, മന്ത്രജപം, തീർത്ഥാടനം മുതലായ കാര്യങ്ങളൊക്കെ ഏതിൽ പെടുത്തിയിരിക്കുന്നു? അവിദ്യയിൽ പെടുത്തിയിരിക്കുന്നു. അതിൽ നിന്ന് ആർജിക്കുന്ന പ്യൂരിഫിക്കേഷൻ അനുസരിച്ച് ആചാര്യനിൽ നിന്ന് തത്വം ശ്രവിച്ച് ഹയർ മെഡിറ്റേഷനാണ് വിദ്യോപാസന. ഇങ്ങനെ ഗുരുദേവ് വ്യാഖ്യാനിക്കുന്നു. ഇത് ശുശ്രൂമ. അവിടെ ഗുരുദേവ് പറഞ്ഞിട്ടുള്ളതും കൂടി വളരെ ആലോചനാമൃതമായതുകൊണ്ട്, എല്ലാം ആലോചനാമൃതം തന്നെ ഗുരുദേവ് എഴുതിയത്. പക്ഷെ ഇത്
സ്പെഷ്യലായിട്ട് എടുത്തുദ്ധരിക്കുന്നു എന്ന് പറയാം. ഇത് ശുശ്രുമ വി accept it only when it has stood the test of time and the repeated subjective experience of generations of sages. നമ്മളൊരു പ്രസ്താവനയെ എപ്പോഴാ സ്വീകരിക്കുക? ഒരു മഹാത്മാവ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സ്വീകരിക്കില്ല എന്ന് പറയുക. പിന്നെയോ കാലത്തിന്റെ പരീക്ഷണങ്ങളെ മുഴുവൻ അതിജീവിച്ചെത്തുന്ന ഒരു സന്ദേശത്തെ പോരാ, ഒട്ടേറെ മഹാത്മാക്കളുടെ അനുഭവ തീവ്രതയിൽ തെളിഞ്ഞു വന്ന വസ്തുതയെ മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ മുനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ മുനി എന്ത് പറയും? ഇത് ശുശ്രുമധീരാണാം യേനസ്തദ്വിജചക്ഷിരേ, ധീരന്മാരിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അപ്രകാരമേ മുനി പറയുള്ളൂ എന്ന് പറയാം. അപ്പോഴേ അതിന് വാലിഡിറ്റി ഉള്ളൂ.